രാവിലെ നല്ലൊരു മോർണിംഗ് ടാസ്ക് ആണ് മത്സരാർത്ഥികൾക്ക് കൊടുത്തിരിക്കുന്നത്. ടാസ്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങളൊരു ട്രാഫിക്കിൽ പെട്ടു എന്ന് വിചാരിക്കുക. ഇവിടെ 3 ലൈറ്റ് തെളി, ഒന്ന് ഗ്രീന്, ഒന്ന് റെഡ്, ഒന്ന് യെല്ലോ. അപ്പം ഗ്രീൻ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഗോ, റെഡ് സ്റ്റോപ്പ്, യെല്ലോ വാണിങ്. ഇത് വെച്ച് മത്സരാർത്ഥികളെ ഒന്ന് താരതമ്യപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ജിൻഡോ അവിടെ പറഞ്ഞിരിക്കുന്നത് ഗ്രീൻ വരുമ്പോൾ അൻസിബയാണ് പറയുന്നത്. അൻസിബ നല്ലൊരു മത്സരാർത്ഥിയാണ്. സാമാന്യം നല്ല രീതിയിലാണ് ഗെയിം കളിച്ച് മുന്നോട്ട് പോകുന്നത്. ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ അൻസിബ കപ്പടിക്കാൻ വരെ ചാൻസ് ഉള്ള ഒരു കുട്ടിയാണ്. നല്ലൊരു ഗെയിമറാണ് എന്നാണ് അൻസിബയെ പറ്റി ജിൻഡോ പറയുന്നത്. അതുപോലെ ഗോ എന്ന് പറയുമ്പോൾ ഗബ്രിയാണ് പറയുന്നത്. ഗബ്രിയുടെ തീർന്നു, ഇനി നിർത്തുകയാണ് നല്ലത്. ഗബ്രി ഇനി മുന്നോട്ട് ഇതിലും കൂടുതലായിട്ടൊന്നും കാണിക്കാനില്ല, ഇവിടം കൊണ്ട് നിർത്തിപ്പോവാണ് ഗബ്രിക്ക് നല്ലത് എന്നുള്ളതാണ് ഗബ്രിയെ പറഞ്ഞിരിക്കുന്നത്. അവിടെ യെല്ലോ പറഞ്ഞിരിക്കുന്നത് നന്ദനയാണ്. നന്ദന കുറച്ചുകൂടെ ഒന്ന് പ്രയത്നിക്കാമെങ്കിൽ നല്ല രീതിയിൽ ഗെയിം കളിച്ച് പോകാവുന്നതാണ്. ഇപ്പം അത്രയ്ക്ക് അങ്ങോട്ട് പറ്റത്തില്ല. നന്ദനയ്ക്കൊരു വാണിംഗ് പോലാണ് ഇത്. കാര്യം എന്ന് പറഞ്ഞാൽ നന്ദന അല്പം കൂടെ ഒന്ന് ശ്രദ്ധിക്കണം. നന്ദനയുടെ ഓരോ കാര്യങ്ങളും ഇടയ്ക്കിടയ്ക്ക് എനിക്കിട്ട് ഓരോ കൂട്ട് തരാറുണ്ട്. അപ്പം ഞാനതൊക്കെ കാണുന്നു അറിയുന്നു എന്നുള്ള രീതിയൊക്കെ പ്രതികരിക്കാറുമുണ്ട്. പക്ഷെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് നേരെയാകാനുണ്ട് നന്ദന. ഇപ്പോഴത്തേനേക്കാട്ടിലും കുറച്ച് പ്രോഗ്രസ് ആകാനുണ്ട്. ആ രീതിയിൽ പോയാൽ നന്ദന നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റും നന്ദനയ്ക്ക്. പക്ഷെ ഇപ്പോൾ ഒരു യെല്ലോ ലൈറ്റ് തെളിഞ്ഞ് നിൽക്കുകയാണ് നന്ദനയുടെ മേലിൽ എന്നുള്ളതാണ് ജിൻഡോ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഓരോരുത്തരും നല്ല നല്ല കാര്യങ്ങളാണ് രാവിലെ മോർണിംഗ് ടാസ്കിൽ അവതരിപ്പിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് കണ്ടു നോക്കാം ഇനി ബാക്കി എന്തൊക്കെയാണ് അവിടെ നടക്കുന്നതെന്ന്. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ് തീർച്ചയായിട്ടും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ അപ്ഡേറ്റുമായിട്ട് ഞാൻ എത്തുന്നതായിരിക്കും.